ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? അതെ. സോ നമ്മൾ ലാസ്റ്റ് ഡേ ഓപ്പൺ സീരീൻ്റെ ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ റണ്ണോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്വറി എന്താന്ന് പറഞ്ഞുതരാം. ഇമേജ് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ ഫേസ് ഡിറ്റക്ഷൻ? ഇത് ചെയ്ത് നോക്കാനുണ്ട്. സോ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഇമേജ് എടുത്ത് നോക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഫേസ് പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോയെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു പിക്ചർ എടുക്കുവാണ്. ഒത്തിരി ക്വറീസ് ഉള്ളതിൻ്റെ ഡിലേ ഉണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഈ കുറച്ച് ക്വറീസ് കംപ്ലീറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേർഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. റെക്റ്റാങ്കിൾ വരച്ചപ്പോൾ കംപ്ലീറ്റ്ലി കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയും കമൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഓക്കെ. സോ ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാനുണ്ട്. സോറി. ജിഫിനാണ്. സോ ഫേസ് നമുക്കുള്ള ഫയലിനവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ സി വിക്ക് പോയിട്ട് സിമ്പിൾ വണ്ണിന് പകരം നമ്മൾ ആ ഫയൽ നെയിം ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇതാണിപ്പോൾ നമ്മുടെ കറണ്ട് ക്വറി എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ചിലപ്പോൾ അതിൻ്റെ ടൈം എടുത്തേക്കാം. കൂടി ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. കമൻ്റ് ആയിട്ടില്ല. ഓക്കെ, സോ ഇവിടെ സിമ്പിൾ വണ്ണിന് പകരം ഫേസ് വണ്ണും കൂടി കൊടുക്കുന്നുണ്ട്. ദെൻ ഇതും കൂടി റൺ ചെയ്യാം. കുറച്ച് ടൈം എടുക്കും. ഓപ്പൺ സി വി ആയതുകൊണ്ട് തന്നെ ഫേസ് ഡിറ്റക്ഷനൊക്കെ ഒത്തിരി ടൈം എടുക്കാറുണ്ട് കേട്ടോ. സോ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമ്മുടെ സിസ്റ്റത്തിൻ്റെ അതനുസരിച്ചിരിക്കും.
ഞാൻ താഴത്തെ ക്വരീസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഇത്രയും ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ CV2 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പൺ CV എന്ന് പറയുന്ന കമ്പ്യൂട്ടർ വിഷൻ്റെ ഫങ്ഷണാലിറ്റീസ് ഒക്കെ ഉള്ളത് ഇതിലാണ്. CV2 എന്ന് പറയുന്ന ആ ഒരു ലൈബ്രറിയിലാണ്. സോ CV2 നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഫേസ് കാസ്കേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാസ്കേഡ് ക്ലാസിഫയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പ്രീ ട്രെയിൻഡ് മോഡലാണ് അങ്ങനെയുള്ളൊരു ഫയല്. അതായത് പ്രീ ട്രെയിൻഡ് ആയിട്ട് ഫേസ് ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു മോഡൽ ട്രെയിൻഡ് മോഡൽ ഫയലാണ് ഇത്. പ്രീ ട്രെയിൻഡ് മോഡൽ ഫയൽ ഇതാണ് കാസ്കേഡ് ക്ലാസിഫയർ എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ CV2 ഡോട്ട് ഡാറ്റ ഡോട്ട് ഹാർ കാസ്കേഡ്സ്, അതായത് ആ ഒരു ഫോൾഡറിനെ പോയിന്റ് ചെയ്യുന്നതാണ്. ഓപ്പൺ സിവിയിലുള്ള XML മോഡൽ ആ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അതിലേക്ക് പോയിന്റ് ചെയ്യുന്നതാണ് ആ CV2 ഡോട്ട് ഡാറ്റ ഡോട്ട് ഹാർ കാസ്കേഡ് എന്ന് പറയുന്നത്. ദെൻ ഹാർ കാസ്കേഡ് അണ്ടർസ്കോർ ഫ്രണ്ടൽ ഫേസ് അണ്ടർസ്കോർ ഡിഫോൾട്ട് ഡോട്ട് XML പറയുന്നുണ്ട്. അതായത് അതൊരു എന്താ പറയുക, ട്രെയിൻഡ് ആയിട്ടുള്ള XML ഫയൽ എന്ന് പറഞ്ഞാൽ അറിയാലേ എന്താ XML എക്സ്റ്റൻഷൻ്റെ ഫുൾ ഫോം? XML എന്താ? അല്ലെങ്കിൽ ഒരു XML മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? പോട്ടെ, HTML ഫുൾ ഫോം എന്താ? HTML ഫെമിലിയർ ആയിരിക്കുമല്ലോ. HTML എന്ന് പറയുന്നത് ലാംഗ്വേജ് അല്ലേ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ? XML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ഫോമാറ്റ് ആണ്. സോ സ്ട്രക്ചർഡ് ഡാറ്റേനെ ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് XML ഫോമാറ്റ് എന്ന് പറയുന്നത്. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡാറ്റേനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. HTML ടാഗിനോട് ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ളതാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഫേസ് ഡിറ്റക്ഷൻ XML യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ XML ട്രെയിൻഡ് ഹാർ കാസ്കേഡ് മോഡൽ ഡാറ്റ ഉണ്ട്. സോ അത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട്, ലൈക്ക് നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ആണെങ്കിൽ അത് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാവില്ല സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നുണ്ടാവുക. തൗസൻഡ്സ് ഓഫ് പാറ്റേൺസിൽ അല്ലെങ്കിൽ ഫീച്ചേഴ്സിന് അങ്ങനെയൊക്കെ കുറച്ച് എന്താണ് ഫേസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാറ്റേൺസും ഫീച്ചേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഹാർ കാസ്കേഡ് എന്ന് പറയുന്നത്. സോ ഓപ്പൺ CVയിൽ നമ്മളൊരു ഈ ഒരു XML ഫയൽ ഒരു ഇമേജിനെ സ്കാൻ ചെയ്യുമ്പോൾ ആ ഇമേജിലത്തെ ഒബ്ജക്ട്സ്, ഫേസ്, ഐസ്, കാഴ്ച അങ്ങനെയുള്ള ഒത്തിരി ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. നമുക്ക് ഈ ഒരു സിംഗിൾ XML ഫയൽ മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ഫേസ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് ഫ്രണ്ടൽ ഫേസ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു XML ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഐ ഡിറ്റക്ഷൻ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള XML ഫയലുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ആണെങ്കിലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ XML ഫയൽസ് നമുക്ക് പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഫയൽസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്വറീസ് അല്ല വേണ്ടി വരിക, ചെറിയ ചെറിയ ക്വറീസ് ആയിരിക്കും. സോ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, സോ നമ്മൾ XML എന്താണെന്നാണ് പറഞ്ഞത്. ദെൻ നമുക്ക് നമ്മുടെ ക്വറിയിലേക്ക് വരാം. സോ ക്വറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ദെൻ ഇമ്പോർട്ട്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്തത്, ഫേസ് കാസ്കേഡ് ആണ് കൊടുത്തത്. ആ ഒരു വേരിയബിൾ നമ്മൾ എന്ത് കൊടുത്തു, CV2 ഡോട്ട് കാസ്കേഡ് ക്ലാസിഫയർ, ആ ഒരു ക്ലാസിഫയറിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ആ ഒരു ഇമേജിനെ റീഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ അതിനെന്ത് ചെയ്യും, ഒരു ഗ്രേ സ്കെയിൽ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യും. കളേർഡ് ആയിരുന്നു, ബിക്കോസ് ഹാർ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ഗ്രേ സ്കെയിലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഗ്രേ സ്കെയിലിലേക്ക് ആ ഒരു ഇമേജിനെ കൺവേർട്ട് ചെയ്തത്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യും, ആ ഫേസിലുള്ള മൾട്ടി സ്കെയിൽസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. ദെൻ ഒരു ഗ്രീൻ റെക്റ്റാങ്കിൾ, നമ്മളിപ്പോൾ കൊടുത്ത ക്വറീസ് വെച്ചിട്ട് ഒരു ഗ്രീൻ റെക്റ്റാങ്കിൾ ആ ഒരു ഫേസിൻ്റെ ചുറ്റും വരണം. ഓക്കെ, ആ ഒരു ക്വറിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദെൻ ആ ഒരു റിസൾട്ട് നമുക്ക് ആ ഒരു വിൻഡോയിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ഓവറോൾ ഈ കുറച്ച് ക്വറീൻ്റെ മീനിങ് വരുന്നത്. ഫസ്റ്റ് ലൈനിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായി, CV2 ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. ദെൻ ആ ഒരു XML ഫയലിനെ, അതായത് ഒരു കാസ്കേഡ് ക്ലാസിഫയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി,
കാസ്കേഡ് ക്ലാസിഫയർ എന്ന് പറയുന്നത് എന്താണ്, പ്രീറ്റെയിൻഡ് മോഡൽസ് ഉള്ള ഒരു ഫയലിനെയാണ് കാസ്കേഡ് ക്ലാസിഫയർ എന്ന് പറയുന്നത്. ദെൻ cv2.data.har cascades എന്ന് പറയുന്നത് ആ ഒരു ഫോൾഡറിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ XML മോഡൽസ് ഉള്ള ആ ഒരു പ്ലാറ്റ്ഫോം, സേഫ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ആ ഫേസ് ഡിറ്റക്ഷന് വേണ്ടുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള XML ഫയലിൻ്റെ നെയിം നമ്മൾ കൊടുത്തു. ഓക്കെ, സോ ഈ ഒരു പ്രോസസ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ഫേസ് കാസ്കേഡ് എംപ്റ്റി ആണോ എന്നുള്ളത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതായത് ഹാർ കാസ്കേഡ് ലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂ വന്നോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അവിടെ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇമേജിന് വേണമെങ്കിൽ IM റീഡ് കൊടുക്കാം. സോ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ലോഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഡിസ്കിൽ നമ്പൈ അറേ ഷേപ്പിലായിരിക്കും എടുക്കുന്നത്. സോ ഹൈറ്റ്, വിഡ്ത്ത്, ദെൻ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കും അവിടെ എടുക്കുന്നത്. 3 ആയിരിക്കും വരിക. ബിക്കോസ് കളേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, BGR, ബ്ലൂ ഗ്രീൻ റെഡ്, RGB അല്ല, BGR ഫോമാറ്റിലായിരിക്കും നമ്മുടെ കളേഴ്സ് വരുന്നത്. സോ പാത്ത് റോങ് ആണെങ്കിൽ ഇമേജ് എന്തായിരിക്കും, നന്നായിട്ടായിരിക്കും ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വേണമെങ്കിൽ അത് എംപ്റ്റി ആണോ ഇല്ലയോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫേസ് കാസ്കേഡ് എന്നുള്ളത് എംപ്റ്റി ആണോ ഇല്ലയോ എന്ന് വിഷം ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഒത്തിരി ഡിലേ കാണിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാൻ, നമുക്കിതൊന്ന് വേറൊരു ഫയലിലേക്ക് ഒന്നാക്കി നോക്കാം. ഓക്കെ, വാല്യൂ ആണ് കാണിക്കുന്നത്. ടു മെനി വാല്യൂസ് ടു അൺപാക്ക്, എക്സ്പെക്റ്റഡ് 3. 3 എക്സ്പെക്ട് ചെയ്യുന്നത്, ബട്ട് കുറച്ചധികം വാല്യൂസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ എന്ത് ചെയ്യാം, നമുക്ക് റെക്ടാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ലൈനിലേക്ക് പോവാം. ഇമേജ് കൊടുത്തിട്ടുണ്ട്, വാല്യൂ, ദെൻ തിക്നെസ്. ഇവിടെ നമ്മൾ തിക്നെസ് ഈക്വൽസ് കൊടുക്കുന്നുണ്ട്. ടു മെനി വാല്യൂസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കൊടുത്ത പാറ്റേൺ ഒക്കെ നമുക്ക് സെയിം പാറ്റേൺ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. 1 2 3 4 5. സോ ഫസ്റ്റ് ഇമേജ് കൊടുത്തിട്ടുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. IMG കൊടുത്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് വൺ എന്തായിരുന്നു, നമ്മൾ ആ ഒരു ഇമേജ് X,Y കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ X+W, Y+H 0 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, okay. So
പാക്കിങ്ങിന് മുമ്പായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രിൻ്റ് ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഫേസസ് ചെക്ക് ചെയ്ത് നോക്കാറ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഫേസസ് ഡിറ്റക്റ്റഡ് ഫേസസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ലൈനിൽ നെക്സ്റ്റ് ഒരു പ്രിൻ്റും കൂടി കൊടുത്ത് നോക്കാം. പ്രിൻ്റ് ആ ഒരു ഇതിൻ്റെ ഷേപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് കോളൻ കോമ get attribute faces comma shape നോട്ട് നമ്പർ അരയായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാനല്ലോ. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഫേസസ് ഡിറ്റക്റ്റഡ് നമുക്ക് ആ ഫേസസിൽ വന്നിട്ടുണ്ട്. ഷേപ്പ് എന്ന് പറയുന്നത് 1/4 ആണ്. സോ 4 ഫേസസ് എന്ന് പറയുന്നത് 4 വാല്യൂ ഉണ്ടോയെന്ന് മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. ഇനി 4 വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കോമയ്ക്ക് പകരം നമ്മൾ കൊടുത്തത് എന്തായിരുന്നു, ഡോട്ടായിരുന്നു. അതിൻ്റെ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഓക്കെ, നമുക്കിനി ഒന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. ഫോളോ റൺ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് റൺ ചെയ്ത് നോക്കാം. ദെൻ ഫേസ് ഡിറ്റക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടാവും ആ ഒരു ഫേസിൻ്റെ ചുറ്റും ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളുടെ പിക്ചറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിക്ചേഴ്സിലോ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഫേസ് ഡിറ്റക്ഷൻ ഇതിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. കമ്പൽസറി അല്ല. ഓക്കെ, സോ ജസ്റ്റ് ക്വറി പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ചെയ്തത് കൺവേർട്ട് ചെയ്തു. അവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. കൺവേർട്ട് ചെയ്തതിന് ശേഷം, അതായത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഗ്രേ സ്കെയിൽ ഇമേജസ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ദെൻ അതിന് ശേഷം ഫേസ് കാസ്കേഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തായിരിക്കും ഫേസ് കാസ്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഫേസിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ഫേസസിൻ്റെ മെയിൻ പർപ്പസ്. ആ ഒരു വേരിയബിളിൻ്റെ മെയിൻ പർപ്പസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഡിറ്റക്റ്റ് ചെയ്യുക. ആ ഒരു ഡിറ്റക്ടർ എന്നൊക്കെ പറയില്ലേ, അതാണ് ഫേസസ് എന്ന് പറയുന്ന വേരിയബിൾ. സോ ആ ഒരു ഇമേജിനെ ഒരു പിരമിഡ് പോലെ അല്ലെങ്കിൽ റീസൈസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, പല തവണ ആ ഒരു ഇമേജിനെ റീസൈസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ സ്ക്വയർ ബ്രാക്കറ്റ്സ് ത്രൂ സ്ക്വയർ ബ്രാക്കറ്റ്സ്. അതായത് പിക്സൽ കൗണ്ട് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ. സോ അത് ആ ഒരു ബേസിസിൽ ഓരോന്നിനെയും 1 by 1 ആയിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ പിക്സൽസിനെ. ദെൻ സ്ലൈഡ് ചെയ്ത് പോയിട്ട് ഡിറ്റക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓരോ സ്കെയിലായിരിക്കും അതിൻ്റെ വർക്കിംഗ് വരുന്നത്. അതുകൊണ്ടാണ് സ്കെയിൽ ഫാക്ടർ കൊടുത്തിരിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള പ്രിഡിക്ഷൻ അല്ല വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്കെയിലിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. സോ അപ്പോൾ ആ ഒരു വേരിയേഷൻ നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ചെറിയ വേരിയേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കൂടുതൽ കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ കുറേ ആൾക്കാരുള്ള പിക്ചർ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രത്തോളം വരുന്നുണ്ട്, അതേപോലെ സ്കെയിൽ ഫാക്ടർ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഓഫ് റെക്ടാങ്കിൾസ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. സോ ഓരോ റെക്ടാങ്കിൾസിന് എന്തുണ്ടാവും, 4 ഷേപ്സ് ഉണ്ടാവും അല്ലേ, അതായത് 4 സൈസ്. ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള എക്സും വൈയും, ആ ഒരു കോർണറിൽ നമ്പർ ഉണ്ടാവുമല്ലോ എക്സിലും വൈയിലും. സോ ആ ഒരു വാല്യൂ, അതേപോലെ തന്നെ ഡബ്ല്യുവും എച്ചും, വിത്തും ഹൈറ്റും, ആ ഒരു ബോക്സിൻ്റെ വിത്തും ഹൈറ്റും നമുക്ക് അവിടെ കിട്ടും. സോ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് വിത്തും ഹൈറ്റും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സോ ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മളിതിൽ പാസ് ചെയ്യുന്നത്. ദെൻ ലൂപ്പ് ത്രൂ കൊടുക്കും. സോ ഒരു ഗ്രീൻ റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂപ്പ് ത്രൂ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ബേസിസിൽ ആ ഒരു ഗ്രീൻ കളറിലായിരിക്കും നമ്മൾ നോർമലി റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യൂലേ. അപ്പോൾ ഫേസസ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, 130യും 33, അതെന്ന് പറയുന്നത് എന്തായിരിക്കും, ടോപ്പ് ലെഫ്റ്റ് കോർണറിലെ എക്സും വൈയും ആയിരിക്കും അത് വരുന്നത്. ദെൻ 60/60 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈറ്റും വിഡ്ത്തും, ആ ഒരു ബോക്സിൻ്റെ ഒരു ഹൈറ്റും വിഡ്ത്തും ആണ് നമുക്ക് വേണ്ടത്. നമ്മളത് കൊടുത്തിട്ടുണ്ട്, 60/60 ആണ്. ദെൻ അതിന് ശേഷം എന്താണ്, ഷേപ്പ്
ഷേപ്പ് എന്ത് കൊടുത്തു? 1,4 ആണ് നമുക്ക് ബൈ ഡിഫോൾട്ട് വന്നിരിക്കുന്നത് അല്ലേ? സോ ഷേപ്പ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 1,4 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ആ ഒരു ബേസിസിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ നോർമലി റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ CV2.rectangle കൊടുത്തിട്ടുണ്ട്. IMG ആ ഒരു ഇമേജിൻ്റെ നെയിം, X, Y, എക്സും വൈയും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ റെക്റ്റാങ്കിൾ ഡിറ്റക്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ദെൻ അതിനുശേഷം X+W, Y+H കൊടുത്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്തു? ആ ഒരു കളർ, നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് BGR ഫോർമാറ്റിൽ ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളർ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ദെൻ തിക്നെസ് 2 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ലൈനിൽ ചെയ്തിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് ലൈനിൽ നമ്മൾ എന്ത് കൊടുത്തു? CV2.IM ഷോ ഫേസ് ഡിറ്റക്ഷൻ ആണ്. അതായത് ആ ഒരു റിസൾട്ട് നമ്മുടെ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിവിടെ കാണാം നമ്മുടെ പിക്ചറിൽ നമ്മുടെ റിസൾട്ട് ആ ഒരു കറക്റ്റ് ആ ഒരു ഫേസിൻ്റെ പോർഷൻ മാത്രമായിട്ട് റെക്റ്റാങ്കിൾ വന്നിരിപ്പുണ്ട്. സോ ഈ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു സ്കെയിൽ കറക്റ്റാണ്. സോ അതേപോലെ തന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് വെച്ചിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ദെൻ വെയിറ്റ് കീ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു അൺടിൽ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യണ വരെയും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0 കൊടുക്കുന്നത്. ദെൻ അതല്ലാതെ നമ്പേഴ്സ് വേറെ ഏതെങ്കിലും വെയിറ്റ് കീൻ്റെ നമ്പർ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ടൈമർ പോലെ ആക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് എന്താണ്, എല്ലാ ഓപ്പൺ CV വിൻഡോസിനെയും ക്ലോസ് ചെയ്യാനുള്ള ക്വറി ആണ് ഇത് CV2.destroy all windows എന്ന് പറയുന്നത്. ദെൻ മെയിനായിട്ട് ഇതിൽ 3 പാരാമീറ്റേഴ്സ് ആണ് നമ്മളിതിൽ പാസ് ചെയ്തിട്ടുള്ളത്. കമൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, മെയിനായിട്ട് ഇവിടുത്തെ 3 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ സ്കെയിൽ ഫാക്ടർ. സോ ആ ഇമേജ് എത്രത്തോളം ഓരോ സ്കെയിലും ഷ്രിങ്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ സ്കെയിൽ ഫാക്ടറിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചെറിയ വാല്യൂ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പം നമ്മൾ 1.1 കൊടുത്തു അല്ലേ, അതേപോലെ 1.05 അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സ്കെയിൽസ് നല്ലോണം ആ ഒരു ഇമേജിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഔട്ട്കം ആയിരിക്കും എന്നത്. കുറച്ചും കൂടി സ്ലോവർ ആയിരിക്കും, ബട്ട് ആക്യുറസി കൂടുതലുള്ള ഒരു ഫേസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഓരോ പിക്ചറിലും. ദെൻ സ്കെയിൽ ഫാക്ടർ ഹയർ ആണെങ്കിൽ എന്തായിരിക്കും വരിക? സ്പീഡിൽ പ്രോസസ്സിംഗ് ഒക്കെ നടക്കും, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ഫേസസ് സ്കെയിൽ ചെയ്യുന്നത് ഭയങ്കര ചെറുതായിട്ടായിരിക്കും. നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു എക്സ്ട്രാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. സോ ഒരു ഇൻ്റർമീഡിയറ്റ് സൈസൊക്കെയാണ് ഫേസ് വരണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാക്ട് ചെയ്യില്ല പ്രോപ്പറായിട്ട്. ഓക്കെ, സോ ഈ ഒരു ആക്യുറസി കുറയാണോ ചെയ്യുക? നമുക്കിപ്പോൾ നമ്മൾ സ്കെയിൽ കൊടുത്തത് കറക്റ്റാണ്, അതുകൊണ്ട് എന്താ കറക്റ്റ് ആ ഒരു ഫേസിൻ്റെ അവിടെ വന്നു. ദെൻ അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അത് ഡിറ്റക്ഷനും വേരി ചെയ്യും. ഓക്കെ, സോ സ്കെയിൽ ഫാക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. അതേപോലെ തന്നെ മിനിമം നൈബേഴ്സ്, അതായത് നിയർ ബൈ ഡിറ്റക്ട് ചെയ്യുമ്പോൾ എത്ര ബോക്സ് വേണം എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ മിനിമം നൈബേഴ്സ് ഹയർ ആണെങ്കിൽ എന്തായിരിക്കും? ഫോൾസ് ആയിട്ടുള്ള വാല്യൂസ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ദെൻ ബട്ട് നമുക്ക് പാർഷ്യൽ ഫേസസ് ഒക്കെ ആണെങ്കിൽ മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ 3 or 6 ആ ഒരു റേഞ്ചിൽ 3 to 6 ഒക്കെയാണ് ജനറലി നമ്മൾ പറയുക. ദെൻ അതൊരു സ്പൂരിയസ് ബോക്സസ് എന്നൊക്കെ പറയും, ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടും. ദെൻ കറക്റ്റായിട്ടുള്ള ഫേസ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഔട്ട്കം വരുമ്പോൾ അറിയാമല്ലോ. സോ കറക്റ്റായിട്ടുള്ള ഫേസസ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു വാല്യൂ കുറച്ച് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സ്കെയിൽ ഫാക്ടറിന് 0.05 ഒക്കെ ആക്കി നോക്കുക മിനിമം. ദെൻ അതൊന്ന് കൂട്ടി കൊടുത്ത് നോക്കുക, ചെറിയ വേരിയേഷൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് പാരാമീറ്റർ ആണിത്, മിനിമം നൈബേഴ്സ് എന്ന് പറയുന്നത് 3 to 6 ആണ് മിനിമം നമ്മൾ കൊടുക്കാറ്. സോ അതൊക്കെ ഒന്ന് വാരി ചെയ്ത് കൊടുത്ത് നോക്കുക. ദെൻ അതിന് കഴിഞ്ഞതിന് ശേഷമാണ് മിൻ സൈസ് കൊടുത്തിരിക്കുന്നത്. അതായത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പിക്സൽ ബൈ പിക്സലിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. സോ ചെറുതാണോ അല്ലെങ്കിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ഇമേജ് ആണോ അല്ലെങ്കിൽ ആ ഒരു സൈസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ മിനിമം സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു മിനിമം സൈസ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുറച്ചും കൂടി ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഒക്കെയാണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ മിനിമം സൈസ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ചെറിയ ഫേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിലവൻ്റ് ആയി പോകട്ടോ, അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. സോ ഒരു മിനിമം റേഞ്ചിൽ കൊടുത്താൽ മതി. ദെൻ കുറവാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഫേസ് ഭയങ്കര ചെറുവാണെങ്കിൽ കുറച്ച് കൊടുക്കാം മിനിമം സൈസ്, വലുതാണെങ്കിൽ
ഇച്ചിരി വലുതാക്കി കൊടുക്കുക. ബട്ട് ചെറിയ ചെറിയ ഫേസസ് അതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ചാൻസസ് കുറവായിരിക്കും. സോ ഈ 3 വാല്യൂസ് മെയിൻലി വാരി ചെയ്തിട്ടാണ് നമ്മൾ ഫേസ് ഡിറ്റക്ഷൻ്റെ ഔട്ട്കം അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ആ ഫേസസ് ഈക്വൽസ് ഫേസ് കാസ്കേഡ് കൊടുത്തതിന് ശേഷം ഡിറ്റക്ട് മൾട്ടി സ്കെയിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ അവിടെയാണ് മെയിനായിട്ടുള്ള ഡിറ്റക്ഷൻ നടക്കുന്നത്. സോ പിക്സൽ വൈസ് ഉള്ള ഡിറ്റക്ഷനും സ്കെയിൽ ഫാക്ടർ, മിനിമം നെയ്ബേഴ്സ്, അതേപോലെ തന്നെ മിനിമം സൈസ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ദെൻ കോമൺ ആയിട്ടുള്ളതാണ് നമുക്ക് വരുന്ന ഇഷ്യൂസൊക്കെ നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ദെൻ കൊടുക്കുന്ന സിൻടാക്സ് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഇഫ് കണ്ടീഷനൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇമേജ് നണ്ണാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജ് വരുന്നുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഫേസും ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, നമുക്ക് XML ഫയൽസ് തന്നെ ഹാർ കാസ്കേഡ് ഫ്രണ്ടൽ ഫേസ് _alt.xml ഉണ്ട്. അങ്ങനെ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം. കോപ്പി ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ കമൻറ്റ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് കൊടുക്കുന്നുണ്ട്, ഫ്രണ്ടൽ ഫേസ് ഡീഫോൾട്ട് ഒരെണ്ണമുണ്ട്, അതേപോലെ തന്നെ ഓൾട്ട് ഉണ്ട്, ദെൻ ഓൾട്ട് XML ഉണ്ട്, ഫ്രണ്ടൽ ഫേസ് ഓൾട്ട് 2 ഉണ്ട്. ഈ ഒരു XML ഫയലിന് പകരം ഇതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ, എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് എന്നുള്ളത്. അതേപോലെ ഹാർ കാസ്കേഡ് ഫ്രണ്ടൽ ഫേസ് മാറ്റിയിട്ട് പ്രൊഫൈൽ ഫേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ പോസിബിൾ ആണ്. നമുക്ക് ഒത്തിരി ലൈബ്രറീസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് HTML അല്ലെങ്കിൽ XML ഫയലാണ്. സോ ഇവിടെ പ്രൊഫൈൽ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള XML ഫയൽ ഉണ്ട്. സോ അത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ് ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റും. സോ ഓരോ പർപ്പസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. ദെൻ പെർഫോമൻസ് സ്ലോ ആണെങ്കിൽ എന്ത് ചെയ്യുക, സ്കെയിലിൻ്റെ വാല്യൂ കുറച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ഇമേജിന് അല്ലെങ്കിൽ അതിനെ ഒന്ന് റീസൈസ് ചെയ്താൽ മതി കേട്ടോ. സോ റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൾട്ടി സ്കെയിലിങ്ങും പ്രോപ്പറായിട്ട് നടക്കും. ദെൻ ഒരു ചെറിയൊരു വേർഷൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ്. ദെൻ ഇനി നമ്മുടെ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാനും പറ്റും കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളിപ്പോൾ ഫേസ് കാസ്കേഡ് മൾട്ടി സ്കെയിലും ഫോർ ലൂപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ IM ഷോ കൊടുത്തിട്ടുണ്ട്, അതേപോലെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രോയ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ CV2.IM റൈറ്റ് കൊടുക്കുന്നുണ്ട്. ഷോ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ നമുക്ക് പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാനല്ലേ. സോ IM റൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടുന്ന ഫയൽ കൊടുക്കാം. സോ ഫേസസ് ഡിറ്റക്ഷൻ, ഫേസ് ഡിറ്റക്ഷൻ ആണ്, ഫേസസ് വേണ്ട, ഫേസ് ഡിറ്റക്ഷൻ .jpg കൊടുക്കുന്നുണ്ട് എക്സ്റ്റൻഷനായിട്ട്, .imgയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ട്രൂ എന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ആ ഒരു ഫയലിൽ നമ്മളത് സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡേഴ്സ് കണ്ടോ, ഡിറ്റക്ട് ചെയ്ത ഇമേജ് നമുക്ക് ഇതേപോലെ IM റൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫയലായിട്ട്, ഇമേജ് ഫയലായിട്ട് വിത്ത് നമുക്ക് വേണ്ടുന്ന ആ ഒരു എക്സ്റ്റൻഷനിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാനും പറ്റും. JPGക്ക് പകരം വേറെ ഏത് എക്സ്റ്റൻഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ നമ്മൾ ഫേസ് ഡിറ്റക്ഷൻ ചെയ്ത ഫയൽസ് അല്ലെങ്കിൽ ആ ഒരു പിക്ചേഴ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ ഹാർ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള, ഇതേപോലെ തന്നെ മിസ്സിൻ്റെ അല്ല ഫേസിൻ്റെ ഓരോ ആംഗിൾസ് അല്ലെങ്കിൽ മാസ്ക് ലൈറ്റിങ് കുറവായിട്ടുള്ള ടൈമിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു XML ഫയലാണ് കേട്ടോ ഈ ഹാർ കാസ്കേഡ് എന്ന് പറയുന്നത്.
ദെൻ ടഫർ ഇമേജസ് ഒക്കെ ആണെങ്കിൽ ഡിറ്റക്ടേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, DNNs യൂസ് ചെയ്യാം. അതേപോലെ ഓപ്പൺ CVൻ്റെ DNN ഫേസ് ഡിറ്റക്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ റെറ്റിന ഫേസ് എന്ന് പറയും, കുറച്ചും കൂടി ഹയർ ആക്യുറസി ആയിട്ടുള്ള എക്സ്ട്രാ മോഡൽ ഫയൽസിനൊക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി കമ്പ്യൂട്ടേഷണൽ പവറൊക്കെ ഉള്ള ആ ഒരു മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒത്തിരി യൂസസ് ഉണ്ട്. സോ നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. ദെൻ ഞാനത് ക്യാമറ ത്രൂ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നും കൂടി ഓക്കെ. സോ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു സ്റ്റെപ്സ് അങ്ങ് കമൻറ്റ് ചെയ്ത് തരുവാണ്. സോ അതിലും നമുക്ക് എന്താണ്, ഇതിപ്പോൾ നമ്മൾ ഡീഫോൾട്ട് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ക്യാമറ ത്രൂ എങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞുതരാം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് എന്താണ് ഇമേജ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണല്ലോ ചെയ്തത്. സോ അതിന് പകരം ഇത് ഞാൻ കംപ്ലീറ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്കും സ്ലോ ആവുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതൊന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. ഓക്കെ. സോ നമ്മളവിടെ ഫേസ് കാസ്കേഡിൻ്റെ ആ ഒരു ലൈൻ നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ. സോ ടോപ്പിൽ നോക്കിയാൽ കാണാം നമുക്കവിടെ CV2ൻ്റെ ആ ഒരു ഈ ഒരു ലൈൻ ഞാൻ കമൻറ്റ് ചെയ്തിട്ടില്ല. സോ ആ ഒരു HTML ഫയൽ നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഹാർ കാസ്കേഡിൻ്റെ ആ ഒരു ഫയൽ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെബ് ക്യാമറ സ്റ്റാർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് സോ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, CV2 ഡോട്ട് വീഡിയോ ക്യാപ്ചർ ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0 കൊടുക്കുന്നുണ്ട്. ദെൻ അതൊരു ക്യാമറ നമ്മുടെ വെബ് ക്യാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതാണ് കേട്ടോ. ദെൻ നമ്മൾ അവിടെ ഒരു വൈൽ ലൂപ്പാണ് കൊടുക്കുന്നത്. വൈൽ എന്ത് കൊടുക്കുന്നുണ്ട്, ട്രൂ ആണെങ്കിൽ വൈൽ ട്രൂ ആണ് കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്താൽ മതി, ബ്രേക്കോ കണ്ടിന്യൂവോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൂപ്പ് കൺട്രോളിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുത്താൽ മതി. സോ ഇപ്പോൾ റെറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രെയിം കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് ക്യാപ് ഡോട്ട് റീഡ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നോട്ട് റെറ്റ് ദെൻ ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. ക്യാമറ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൂപ്പ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിന് ശേഷം എന്ത് കൊടുക്കണം, ഗ്രേ കൊടുക്കാം. ഓക്കെ, ആ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. സോ നമുക്ക് ആ ഒരു വേരിയബിൾ ഗ്രേ ഈക്വൽസ് എന്താണ്, ആ ഒരു ഫ്രെയിമിനെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പിക്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഒരു ഫ്രെയിം ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ അതിനെ എന്താക്കാൻ വേണ്ടിയിട്ട് ഗ്രേ സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CV2.CVT എന്ത് കൊടുക്കുക, കളർ കൊടുക്കുക. ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫ്രെയിം കോമ CV2 ഡോട്ട് കളർ അണ്ടർസ്കോർ BGR2 GRAY. ഓക്കെ,
സോ കളറിനെ നമ്മൾ നോർമലി BGRനെ എന്താക്കിയിട്ടുണ്ട്, ഗ്രേ ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്വറി കൊടുത്തിട്ടുണ്ട്. ഇനി ഫേസ് ഡിറ്റക്ഷൻ്റെ ക്വറിയും കൂടി കൊടുക്കണം അല്ലേ? അതും വൈൽ ലൂപ്പിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. സോ ഫേസസ് ഈക്വൽസ് ഫേസ് കാസ്കേഡ് ഫേസ് അണ്ടർസ്കോർ കാസ്കേഡ് ഡോട്ട് ഡിറ്റക്ട് മൾട്ടി സ്കെയിൽ കൊടുക്കുക. മൾട്ടി സ്കെയിലിൻ്റെ എസ് ക്യാപ്പ്. സോ ഡിറ്റക്ട്സ് മൾട്ടി സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഗ്രേ കോമ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, സ്കെയിൽ ഫാക്ടർ കൊടുക്കുക. സ്കെയിൽ ഫാക്ടർ ഈക്വൽസ് 1.1 കൊടുക്കുന്നുണ്ട് കോമ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, മിൻ നൈബേഴ്സ് കൊടുക്കുക ഈക്വൽസ് 5 കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ മിൻ സൈസ് കൊടുക്കുക. മിൻ സൈസ് ഈക്വൽസ് 30,30 ആണ് കേട്ടോ കൊടുക്കുന്നത്. 30,30 കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു വൈൽ ലൂപ്പിൽ നമ്മൾ കൊടുക്കുന്നത്. സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിമും ആ വെബ് ക്യാമിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് റെട്ടും ഫ്രെയിമും നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ക്യാപ്റ്റോട്ട് റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിന് ശേഷം വീഡിയോ ക്യാപ്ചർ നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ക്യാപ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക്. ദെൻ നെക്സ്റ്റ് റെറ്റ് ഇല്ലെങ്കിൽ എന്താണ്, ക്യാമറ ഫെയിൽ ആവുകയാണ് ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ഗ്രേ ഈക്വൽ CVT കളർ കൺവേർഷൻ BGRനെ എന്താക്കാൻ വേണ്ടിയിട്ട്, ഗ്രേ ഇമേജ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫേസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുത്തു. ദെൻ അതിന് ശേഷം തൊട്ട് താഴെയായിട്ട് വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ റെക്റ്റാങ്കിൾ ഡിസ്പ്ലേ ചെയ്യണ്ടേ. സോ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഫോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് കോമ വൈ കോമ W കോമ H. ദെൻ അതിന് ശേഷം ഇൻ ഫേസസ് കോളൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, CV2 ഡോട്ട് റെക്റ്റാങ്കിൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫ്രെയിം കോമ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എക്സ് കോമ വൈ. ദെൻ അഗെയിൻ കോമ കൊടുത്തിട്ട് എന്ത് കൊടുക്കുക, എക്സ് പ്ലസ് ഡബ്ല്യു അതേപോലെ തന്നെ കോമ വൈ പ്ലസ് എച്ച് കൊടുക്കുക. വൈ പ്ലസ് എച്ചും കൊടുത്തിട്ടുണ്ട്. ദെൻ കോമ 0 കോമ 255 കോമ 0 കൊടുക്കുക. ദെൻ കോമ 2 കൊടുക്കുക. ഓക്കെ, 2 എന്ന് പറയുന്നത് ആ ഒരു വിഡ്ത്ത് റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. സോ ഫോർ ലൂപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്, നമുക്ക് എക്സിറ്റ് ചെയ്യണം അല്ലേ? സോ ഫസ്റ്റ് ഒരു എക്സിറ്റ് റെറ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ ഇല്ലെങ്കിൽ എക്സിറ്റ് ആവും, അതല്ലെങ്കിൽ എക്സിറ്റ് ആവണ്ടേ. സോ CV2 ഡോട്ട് IM ഷോ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഫേസ് ഡിറ്റക്ഷൻ സ്പേസ് റെസ്ക്യൂ ടു എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ദെൻ കോമ ഫ്രെയിം കൊടുക്കുന്നുണ്ട്. ഇത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, എക്സിറ്റിന് വേണ്ടിയിട്ടുള്ള ക്വറീസ് കൊടുക്കുക. ഇഫ് CV2 ഡോട്ട് വെയിറ്റ് കീ 1 ആണെങ്കിൽ ആൻഡ് 0x FF ഡബിൾ ഈക്വൽസ്. നമ്മളിവിടെ ഓഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതായത് ആൽഫബറ്റ്സിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഒരു സ്പെസിഫിക് നമ്പർ നമുക്കിതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓഡ് ക്യാര് ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. സോ ആ ഒരു ഇഫിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഓക്കെ ക്യാപ് ഡോട്ട് റിലീസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് സോഴ്സ് ഫയൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CV2 ഡോട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ഡെസ്ട്രോയ് ഓൾ വിൻഡോസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ഓക്കെ, സോ റിലീസ് കൊടുത്തിട്ടുണ്ട്, ഡെസ്ട്രോയ് ഓൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ,
സോ ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നില്ല, എല്ലാം കംപ്ലീറ്റ്ലി ഒരുമിച്ചാണ് ചെയ്യുന്നത്. ക്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ആവുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ജസ്റ്റ് അതൊന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് വെയിറ്റ് ഗെയിൻ്റെ അവിടെ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ഹാൻഡ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. യെസ്, ഇവിടെ ഓക്കെ. സോ ഇവിടെ ഫേസ് ക്യാപ്ചർ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. റെക്റ്റാങ്കിൾ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്രീൻ റെക്റ്റാങ്കിൾ നമുക്ക് അവിടെ കാണുന്നുണ്ട്, ബട്ട് സ്റ്റിൽ വന്നിട്ടില്ല. സോ ആ സ്കെയിലിങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ദെൻ ക്ലോസ് ചെയ്യാം. കണ്ടോ, ക്ലോസ് ചെയ്താലും അത് പോവില്ല. എന്ത് ചെയ്യാം, ക്യൂ എന്ന് പറയുന്ന ആൽഫബറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ക്യാപ്ചറിങ് എൻഡ് ആവത്തുള്ളൂ കേട്ടോ. ഓക്കെ. സോ ഇതേപോലെ ഫേസ് ഡിറ്റക്ഷൻ, അതായത് നിങ്ങളുടെ സ്കെയിലിങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇത് റെഡി ആവും കേട്ടോ. സ്കെയിൽ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു പിക്ചർ ക്വാളിറ്റി. നിങ്ങളുടെ സിസ്റ്റത്തിലെ പിക്ചർ ക്വാളിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതേപോലെ ഐ ഡിറ്റക്ഷൻ, സ്മൈൽ ഡിറ്റക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ആ ഒരു HTML ഫയലിൽ മാത്രമാണ് ചേഞ്ചസ് വരുന്നത്. ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആ ഫേസ് ഡിറ്റക്ടറിനെ നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ വീഡിയോ ആണ് ക്യാപ്ചർ ചെയ്തത്. ലൈക്ക് നമ്മൾ നോർമലി ഒരു പിക്ചർ കൊടുക്കുന്ന പോലെയല്ല, ബട്ട് നമ്മളിവിടെ നമുക്ക് മറ്റേ ലൈബ്രറി വേണം. അതായത് ഹാർ കാസ്കേഡ് ഫ്രണ്ടൽ ഫേസ് ഡിഫോൾട്ട് എന്ന് പറയുന്ന ആ ഒരു ലൈബ്രറി വേണം. അതേപോലെ തന്നെ എന്താണ് നമുക്ക് cv2.data.ഹാർ കാസ്കേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു XML ഫയലിലേക്കുള്ള പാത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫേസ് കാസ്കേഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫേസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസ് കാസ്കേഡ് ആണ്. ദെൻ വെബ് ക്യാമറ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 0 കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡീഫോൾട്ടുള്ള ഈ ഒരു ലൈനിൽ നോക്കുക. അതായത് 0 കൊടുക്കുകയാണെങ്കിൽ വെബ് ക്യാമറ നമ്മുടെ ഡീഫോൾട്ടുള്ള ക്യാമറ ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ഈ മൾട്ടിപ്പിൾ ക്യാമറാസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പർ മാറ്റി കൊടുത്താൽ മതി. സോ നമുക്ക് ഏത് ക്യാമറ വേണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡീഫോൾട്ടുള്ള ക്യാമറ ആയിരിക്കും എപ്പോഴും ലാപ്ടോപ്പിൽ വെബ് ക്യാം ആണ് ആക്സസ് ചെയ്യുക. ഇനി വൈൽ ട്രൂ കൊടുക്കുന്നുണ്ട്. ഒരു ഇൻഫിനിറ്റ് ലൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വെബ് ക്യാമിൽ വരുന്ന ഓരോ ഫ്രെയിംസിനെയും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ആ ഒരു വൈൽ ട്രൂ കൊടുക്കുന്നത്. സപ്പോസ് അതിലൊരു ബ്രേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ബ്രേക്ക് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, RET, ഫ്രെയിം ഈക്വൽസ് cap.read കൊടുത്തിട്ടുണ്ട്. അതായത് ആ ക്യാമറയിൽ വരുന്ന ഓരോ എന്താണ് ഫ്രെയിമിനെ 1 by 1 ആയിട്ട് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് cap.read എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. RET എന്ന് പറയുന്നത് ട്രൂ ആണ്. അതായത് ഫ്രെയിം സക്സസ്ഫുൾ ആയിട്ട് റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ RETൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും വരുന്നത്. സോ RETൻ്റെ വാല്യൂ ട്രൂ അല്ല ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് നോട്ട് റെറ്റ്, നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ്. ട്രൂ അല്ലെങ്കിൽ എന്തായിരിക്കും, ബ്രേക്ക് ചെയ്യണം അല്ലേ. സോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം എന്താണ്, ഗ്രേ ഈക്വൽസ്. സോ ഫ്രെയിം എന്ന് പറയുന്നത് ഇവിടെ ഫോൾസ് ആണെങ്കിൽ, സക്സസ്ഫുള്ളി റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഫ്രെയിം സക്സസ്ഫുള്ളി റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും വരുന്നത് RETൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. RETൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ ഫ്രെയിം ഈക്വൽസ്, ഫ്രെയിം എന്ന് പറയുന്നത് ആ ഒരു ആക്ച്വൽ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്ന, വെബ് ക്യാമിൽ റീഡ് ചെയ്യുന്ന ആക്ച്വൽ ഇമേജിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് ഫ്രെയിം എന്ന് പറയുന്നത്. ക്യാമറ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൂപ്പ് ബ്രേക്ക് ആവുകയും ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അതിന് ശേഷം നമ്മൾ നോർമലി ഇമേജിനെ കൺവേർട്ട് ചെയ്യുന്ന പോലെ തന്നെ BGR കളറിൽ നിന്ന് ഗ്രേ സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഫേസ് ഡിറ്റക്ടർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് അറിയാം, കുറച്ചും കൂടി ഫാസ്റ്ററായിട്ടും ആക്യുറേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുക ഗ്രേ സ്കെയിൽ ഇമേജസിലാണ് എന്നുള്ളത് നമുക്കറിയാം. സോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫേസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെയിൽ ഫാക്ടർ, അതേപോലെ തന്നെ മിനിമം നൈബറും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കേസിൽ എങ്ങനെയാണ് ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ സ്കെയിൽ ഫാക്ടർ ചെറുതാക്കി കൊടുത്തു നോക്കുക, വലുതാക്കി കൊടുത്തു നോക്കുക, എന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ മിനിമം നൈബേഴ്സ്
വേരി ചെയ്ത് നോക്കുക. അതേപോലെ മിനിമം സൈസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഈ ഒരു ഫേസസ് എന്ന് പറയുന്ന ഈ ഒരു ഡീഫോൾട്ട് മൾട്ടി സ്കെയിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനാ? ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫേസ് ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ഒരു പിക്ചറിലുള്ള ഒബ്ജക്റ്റിനെ വേണമെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. സോ ലൈബ്രറീസ് ഏതാണെന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു ഡിഫറൻസേ വരുവുള്ളൂ. ദെൻ ഗ്രേ ഇമേജ്, ഗ്രേ എന്ന് പറയുന്ന വേരിയബിൾ എന്താണ്? CV2 ഡോട്ട് CVT കളർ ഫ്രെയിം CV2 ഡോട്ട് കളർ BGR ടു ഗ്രേ. അതായത് BGR ഇമേജിനെ നമുക്ക് എന്താക്കണം? ഗ്രേ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇതിനുള്ള ക്വറീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ സ്കെയിൽ ഫാക്ടർ 1.1 ആണ് കൊടുത്തിരിക്കുന്നത്. സോ 10% ആയിരിക്കും ഓരോ സ്റ്റെപ്പിലും സ്കെയിൽ ചെയ്യുന്നത്. സോ ഫേസസ് ഡിഫറെൻറ്റ് സൈസസിലുള്ള ഫേസസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് സ്ക്വയർ പ്രോപ്പറായിട്ട് വരുന്നത് വരെ വാല്യൂസൊക്കെ ഒന്ന് വാരി ചെയ്ത് നോക്കുക കേട്ടോ. സോ നമ്മുടെ ഫേസസിനനുസരിച്ചിട്ട് അത് വാരി ചെയ്യും. സോ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഒരു ലൂപ്പൊക്കെ കൊടുത്തിട്ട് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്ത് നോക്കുക. ദെൻ മിൻ നൈബേഴ്സ്, അതായത് മിനിമം നൈബേഴ്സ് 5 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഓരോ റെക്റ്റാങ്കിളിലും എന്തായിരിക്കും? ഫേസ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും, അതായത് കുറച്ചും കൂടി ഹയർ ആയിട്ട് ഫോൾസ് പോസിറ്റീവ്സ് ഇല്ലാതെ, അതായത് ഫോൾസ് പോസിറ്റീവിനെ കുറച്ചിട്ട് ട്രൂ പോസിറ്റീവ്സിനെ കൂട്ടിയെടുക്കുന്നതാണ് അവിടെ നോക്കുക. ദെൻ മിനിമം സൈസ് എന്ന് പറയുന്നത് 30,30 ആണ്. അതായത് ചെറിയ ഡിറ്റക്ഷൻസ്, അതായത് ചെറിയ പിക്സൽസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ അത് വേണമെങ്കിൽ വലുതാക്കി കൊടുക്കാം കേട്ടോ. 30x30 അല്ലേ നമ്മൾ ഫേസ് ഡിറ്റക്ഷൻ കൊടുത്തിരുന്നത്. സോ അത് മാറ്റിയിട്ട് എന്താക്കുക? വേണമെങ്കിൽ ഒരു 90 കൊടുത്തു നോക്കാം. 90x90, ബിക്കോസ് നമ്മുടെ ഫേസ് വലുതാവുമല്ലോ. സോ മേ ബി ആ ഒരു ഇഷ്യൂ ഉണ്ടാവാം. സോ അത് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എന്താണ് നെക്സ്റ്റ്? നമുക്കൊരു ലിസ്റ്റ് ഓഫ് റെക്റ്റാങ്കിൾസ് ആയിട്ടായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. XYWH. XY എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടോപ്പ് ലെഫ്റ്റ് കോർണർ, ഫേസിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സും വൈയും കൊടുത്തിരിക്കുന്നത്. ദെൻ അവിടെ നിന്ന് വിഡ്ത്തും ഹൈറ്റും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഫേസിനെ ഡിറ്റക്ട് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഉള്ള വിക്തുമായിട്ട് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഫോർ ലൂപ്പ് കൊടുത്തിരുന്നല്ലോ. സോ ഡിറ്റക്ട് ചെയ്ത എല്ലാ ഫേസിൻ്റെ ഉള്ളിലും എന്താണ്? ഒരു ലൂപ്പ് ത്രൂ വർക്ക് ചെയ്യും. ദെൻ എന്ത് ചെയ്യും? ഒരു ഗ്രീൻ റെക്റ്റാങ്കിൾ ഡിറ്റക്ട് ചെയ്ത ഫേസസിലൊക്കെ വരും. ദെൻ ഗ്രീൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഗ്രീൻ കളർ വരും. വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോമാറ്റിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. തിക്നെസ്, റെക്റ്റാങ്കിൾ തിക്നെസ് ഞാൻ 2 ആണ് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇഫ് CV2 ഡോട്ട് ആ ഒരു ഫ്രെയിം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനായിരുന്നു? അതായത് ഡിറ്റക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ക്യൂ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എക്സിറ്റ് ആവാൻ പറ്റും. അതല്ലെങ്കിൽ ആ ലൂപ്പ് ഇങ്ങനെ ഇറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ക്യാമറ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് നമ്മുടെ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ OpenCV യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും അത് ബ്രേക്ക് ചെയ്യാനുള്ള കുറി കൊടുത്തിട്ടില്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര നമ്മുടെ പ്രോസസ്സറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. ചിലപ്പോൾ ചിലരുടെ സിസ്റ്റത്തിൽ സ്പേസ് മെമ്മറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹാങ് ആവാം, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാം. സോ ആ ഒരു എൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു വൈൽ ലൂപ്പ് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് ലൂപ്പ് എൻഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് കൊടുത്തത് എന്തായിരുന്നു? എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ക്വറി ആയിരുന്നു. അതായത് CV2 ഡോട്ട് വെയിറ്റ് കീ 1 ആണെങ്കിൽ, അതേപോലെ തന്നെ 0xFF. എന്താ 0xFF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ? ഇല്ല. അതേപോലെ ആ ഓർഡർ ക്യൂ കൊടുത്തത് ഓഡ് ഫങ്ഷൻ ആടാ. നമുക്ക് ഓരോ ആൽഫബറ്റിനും ആസ്കി വാല്യൂസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഓരോ വാല്യൂസിനും ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ബൈനറി നമ്പേഴ്സ് ഒക്കെ പറയില്ലേ, അതേപോലെ ഓരോ ആൽഫബറ്റ്സിന് ഓരോ നമ്പർ, ആ ഓരോ സിഗ്നേച്ചർ അല്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനൊക്കെ ഓരോ നമ്പർ, ഒരു സ്പെസിഫിക് പ്രീ ഡിഫൈൻഡ് നമ്പർ ഉണ്ട്. സോ ഓടും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. വാട്ട് ഈസ് ഓഡ് ആൻഡ് ക്യാർ. ഓക്കെ. സോ ഓഡ് എന്ന് പറയുന്നത് ക്യാർ ഫംഗ്ഷനും യൂണീക്കോഡ് ക്യാരക്ടേഴ്സ്, അതാണ് ഞാൻ യൂണീക്കോഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ആ യൂണീക്കോഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഓരോ ആൽഫബറ്റിനും, എ എന്ന് പറയുന്ന ആൽഫബറ്റിന് 65 ആണ്, ബട്ട് ലോവർ കേസ് ആക്കി ഡിഫറെൻ്റ് ആണ്.
സോ അതേപോലെ ഓരോ ആൽഫബറ്റിനും ഓരോ യൂണീക് കോഡ് വാല്യൂസ് ഉണ്ട്. ഇവിടെ ഓർഡർ ഓഫ് എ എന്ന് പറയുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും അവിടെ പാസ് ചെയ്യുന്നത്. ദെൻ ഇത് റിവേഴ്സ് ചെയ്യണമെങ്കിൽ CHAR ഫംഗ്ഷൻ CHR ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഓരോ വേർഡ്സ്, ആൽഫബറ്റ്സ്, ക്യാരക്ടേഴ്സ്, ഇമോജീസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഇവിടെ നമ്പേഴ്സ് വേറെ ഒന്ന് കൊടുത്തു നോക്കാം. CHR ഓഫ് കൊടുത്തിട്ട് വേറെ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമോജീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ ആ ഒരു വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ ഓഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ആൽഫബറ്റ്സിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ക്യൂവിൻ്റെ യൂണിക്കോഡ് ക്യാരക്ടർ ആണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഇനി 0xFF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമൽ, അതായത് 255 ബൈനറി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ 0xFF മീൻ ചെയ്യുന്നത്, ലാസ്റ്റ് 8 ബിറ്റ്സിനെ മാത്രം കീ കോഡ് നമ്മൾ ഹാൻഡിൽ ചെയ്യുവാണ്. സോ 0xFF അതായത് ലാസ്റ്റ് 8 ബിറ്റ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ഹെക്സാഡെസിമൽ അതായത് 255 ഉള്ള ഹെക്സാഡെസിമൽസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 0xFF യൂസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ആ ഒരു ഓഡ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് ഓഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? വെയിറ്റ് കീ എന്ന് പറയുന്നത് എന്താ, ആ ഒരു കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ 1 ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ 1 മില്ലി സെക്കൻഡ് ആണ്. സോ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്യൂ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരു മില്ലി സെക്കൻഡിനുള്ളിൽ ആ ഒരു സ്ക്രീൻ ഡിസപ്പിയർ ആവണം, അല്ലെങ്കിൽ അത്രയും സെക്കൻഡേ അത് ഒരു സ്ക്രീൻ നമുക്ക് അവൈലബിൾ ആവാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു വെയിറ്റ് കീ യൂസ് ചെയ്തിട്ടാണ്. ആ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ഇൻറ്റീജർ കീ കോഡ് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ASCII വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. കീ ഒന്നും പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് -1 തന്നെയായിട്ടിരിക്കും. ദെൻ നമ്മൾ 0xFF യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ചില സിസ്റ്റത്തിൽ എസ്പെഷ്യലി ഇപ്പോൾ പറയുകയാണെങ്കിൽ 64 ബിറ്റ് വിൻഡോസ് മാക്കൊക്കെ ആണെങ്കിൽ CV2ൻ്റെ വെയിറ്റ് കീ റിട്ടേൺ ചെയ്യുക 8 ബിറ്റ്സ് ആയിരിക്കും. ബട്ട് 113 ASCII ഉണ്ട്, അതായത് 113 ആണ് ക്യൂവിൻ്റെ ASCII കോഡ് വരിക. സോ അത് റിട്ടേൺ ചെയ്യുമ്പോൾ വലിയ നമ്പർ ആയിരിക്കാം, 8 ബിറ്റിനേക്കാളും കൂടുതൽ വന്നേക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ മെമ്മറിയിലത്തെ കേസാട്ടോ പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ചില കേസസിൽ 10,000 അല്ല, അതിലും വലിയ വാല്യൂ വന്നേക്കാം. സോ അത് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ASCII വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 to 255 ഉള്ള ആ ഒരു വാല്യൂസിൻ്റെ ഇടയിലുള്ള വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. സോ ഓഡ് ഫംഗ്ഷൻ ആണ് ആ ഒരു ക്യാരക്ടറിനെ കൺവേർട്ട് ചെയ്യുന്നത്, ASCII കോഡായിട്ടുള്ള 130 എന്ന് പറയുന്ന നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ ഇതിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തത്. സോ ആ ഒരു കീ പ്രസ് ചെയ്യുന്ന വരെയും അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ എന്താണ്, ലാസ്റ്റ് 8 ബിറ്റ്സിനെ മാത്രമായിരിക്കും കീ കോഡായിട്ട് എടുക്കുന്നത്. ദെൻ കമ്പയർ ചെയ്ത് നോക്കും, 113 ആണ് നമ്പർ വന്നതെന്നുണ്ടെങ്കിൽ, ഔട്ട് ഓഫ് ക്യൂവിൻ്റെ 113 ആണോ നമ്പർ വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കും. സോ ക്യൂ ആണ് പ്രസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുവാണ് കേട്ടോ ചെയ്തത്. ഒരു എന്താ പറയുക, ഒരു അഷുറൻസിന് വേണ്ടിയിട്ട് കീ ഡിറ്റക്ഷൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ക്യൂവിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ എസ്കേപ്പ് കീ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ നമ്മൾ OpenCVൻ്റെ സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത് വീഡിയോ ക്യാപ്ചറിങ്ങും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഇമേജ് ക്യാപ്ചറിങ്ങും നമുക്ക് വേണമെങ്കിൽ ഇതേമാതിരി വീഡിയോ ക്യാപ്ചർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ഫേസ് ഡിറ്റക്ഷനൊക്കെ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ജാങ്കോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സോ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. നാളെ തിരുവോണമെന്ന് അറിയാമല്ലോ അല്ലേ? സോ നാളെ ഹോളിഡേ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു.